BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. M5 ലൈവിലേക്ക് സ്വാഗതം. RSS ജന്മശതാബ്ദിയുടെ ഭാഗമായി തിരുവനന്തപുരത്ത് RSS സർസംഘചാലക് മോഹൻജി ഭഗവത് നടത്തിയ വ്യാഖ്യാനമാലയിൽ പങ്കെടുത്ത 3 വൈസ് ചാൻസലർമാർ മാപ്പ് പറയണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ ഫേസ്ബുക്കിലൂടെ ആവശ്യപ്പെട്ടതോടെ സംഭവത്തിൽ വിവാദം കനത്തു. തിരുവനന്തപുരം ഉദയ പാലസ് കൺവെൻഷൻ സെന്ററിൽ നടന്ന പരിപാടിയിൽ 1000-ലേറെ ക്ഷണിക്കപ്പെട്ട അതിഥികളാണ് പങ്കെടുത്തത്. വൈസ് ചാൻസലർമാർ, വിദ്യാഭ്യാസ വിദഗ്ധർ, വകുപ്പ് മേധാവികൾ, എഴുത്തുകാർ, സംവാദകർ, പത്രപ്രവർത്തകർ, അഭിഭാഷകർ തുടങ്ങി സമൂഹത്തിന് നാനാതുറകളിൽപ്പെട്ടവരും ഈ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. വൈകിട്ട് 4 മുതൽ 8 വരെ നീണ്ട പരിപാടിയാണ് നടന്നത്. 1 മണിക്കൂറിലേറെ നീണ്ട പ്രഭാഷണവും 1.5 മണിക്കൂറിലേറെ നീണ്ട ചോദ്യോത്തരവും അടങ്ങിയതായിരുന്നു പരിപാടി. നാനാജാതി മതസ്ഥരായ ആൾക്കാരും വിവിധ മത നേതാക്കളും സന്യാസി ശ്രേഷ്ഠന്മാരും ഈ ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. RSSന്റെ പ്രവർത്തനത്തെക്കുറിച്ചും കഴിഞ്ഞ 100 വർഷം RSSന്റെ വളർച്ചയിൽ താണ്ടിയ പടവുകളെക്കുറിച്ചും ഈ രാഷ്ട്രത്തിന് ചെയ്ത സംഭാവനകളെക്കുറിച്ചും വളരെ വിശദമായി മോഹൻ ഭാഗവത് പ്രഭാഷണത്തിൽ ഊന്നിപ്പറഞ്ഞു. ഒപ്പം മതന്യൂനപക്ഷങ്ങൾ നേരിടുന്ന ഭീഷണികളെക്കുറിച്ചും അവരുടെ അരക്ഷിത അവസ്ഥയെക്കുറിച്ചുമുള്ള ചോദ്യങ്ങളും ഈ സംവാദത്തിൽ ഉയർന്നു. ഇതിനെല്ലാം വളരെ വ്യക്തമായി മറുപടി പറഞ്ഞ മോഹൻ ഭഗവത് RSSന്റെ ഹിന്ദുരാഷ്ട്ര സങ്കല്പം ദേശീയതയിൽ ഊന്നിയുള്ളതാണെന്നും അതിന് മതമായി ബന്ധമില്ല എന്ന കാര്യം അർത്ഥശങ്കയ്ക്കിടയില്ലാതെ വ്യക്തമാക്കി. ഭാരതത്തിന്റെ വികാസത്തെക്കുറിച്ചും ഭാരതം ജഗദ്ഗുരു ആകണമെന്ന RSSന്റെ സങ്കല്പത്തെക്കുറിച്ചും വളരെ വിശദമായി ഈ ചോദ്യോത്തര വേളയിലും അദ്ദേഹം വ്യക്തമാക്കി. യാതൊരു രാഷ്ട്രീയ ജാതി മത പരിഗണനയും ഇല്ലാതെ നടന്നതാണ് ഈ വ്യാഖ്യാനമാല സംവാദ പരിപാടി. അതിൽ രാഷ്ട്രീയം കണ്ടെത്താൻ വേണ്ടി ചില മാധ്യമങ്ങളാണ് ഈ തരത്തിലുള്ള ഒരു വിവാദം കുത്തിപ്പൊക്കിയത്. RSSന്റെ ഒരു വിഭാഗമായി പ്രവർത്തിക്കുന്ന വിശ്വസംവാദ കേന്ദ്രം ഓൺലൈനായി മോഹൻ ഭഗവത്തിന്റെ പ്രഭാഷണവും ചോദ്യോത്തര പരിപാടിയും പൂർണ്ണമായും ലൈവായി സംപ്രേഷണം ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് വൈസ് ചാൻസലർമാരോ ഉന്നത ഉദ്യോഗസ്ഥരോ പങ്കെടുത്തതിൽ യാതൊരുവിധ രഹസ്യവും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും ഇതിനെ വിവാദമാക്കി മുഖ്യമന്ത്രിയെ കൂടി വലിച്ചിറക്കിയതോടെ ഈ സംഭവത്തിൽ ആവശ്യമില്ലാത്ത ഒരു വിവാദം സൃഷ്ടിക്കുകയാണെന്നാണ് പ്രമുഖ മാധ്യമപ്രവർത്തകരും രാഷ്ട്രീയ നിരീക്ഷകരും അഭിപ്രായപ്പെടുന്നത്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.